ജിഷ്ണു പറഞ്ഞു വന്നത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന അന്വേഷണങ്ങളെക്കുറിച്ചാണ്. ഇത് ഒരുപക്ഷെ ഏറ്റവും ദയനീയം അല്ലെങ്കിൽ ഒരുപക്ഷെ ഏറ്റവും അധികം നമുക്ക് നമ്മുടെ രോഷം ഉണരുന്നത് പാകിസ്ഥാൻ്റെതായ അജണ്ടയുണ്ട്. പാകിസ്ഥാൻ ചോറും പാലും ദാലും കൊടുത്ത് വളർത്തുന്ന ഭീകരർക്കും അവരുടേതായ അജണ്ടയുണ്ട്. അവരെ പറഞ്ഞ് പഠിപ്പിച്ച് വിട്ടിരിക്കുന്നത് ഭാരതത്തെ എങ്ങനെ നശിപ്പിക്കുക, ഭാരത ജനതയ്ക്ക് ദോഷം വരുത്തുക, ഭാരതത്തിൻ്റെ സമ്പദ്ഘടന തകർക്കുക എന്നുള്ളത്. പക്ഷേ ഇവിടെ ഇരുന്ന് ഭാരതീയനാണ് ഔദ്യോഗികമായി പറഞ്ഞുകൊണ്ട് ഭാരതത്തിൻ്റെ പൗരത്വം വഹിച്ചുകൊണ്ട് ഭാരതം നൽകുന്ന എല്ലാ സൗഭാഗ്യങ്ങളും എല്ലാ ആനുകൂല്യങ്ങളും അനുഭവിച്ചുകൊണ്ട് ഈ ഭീകരർക്ക് വളം വെച്ച് കൊടുക്കുന്ന, ഈ ഭീകരരെ സഹായിക്കുന്ന ഒരു വലിയ സംഘമുണ്ടായിരുന്നു. ഒരു കാര്യം ശ്രദ്ധിക്കണം, കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു ചർച്ചയിൽ വന്ന ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസർ പറയുന്നൊരു കഥയുണ്ടായിരുന്നു. സെയ്ദ് മുർബിൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, അവിടെ ഇന്നിപ്പോൾ ഇതെല്ലാം വിരമിച്ചു കഴിഞ്ഞു. ഒരു കാലത്ത് പടർന്ന് പന്തലിച്ചു നിന്നൊരു വലിയ നിര നേതാക്കളുണ്ടായിരുന്നു. അവർ ഭീകരർ എന്നല്ല, അവർ സ്വാതന്ത്ര്യവാദികൾ എന്നാണ് വാദിച്ചിരുന്നത്. ജമ്മു കശ്മീരിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിച്ചിരുന്ന ഇവരുടെയൊക്കെ മക്കൾ അവർ വിദേശത്തുള്ള പാകിസ്ഥാനിൽ നിന്നുള്ള ഫണ്ട് കൈപ്പറ്റിക്കൊണ്ട് ഇവിടെ ഭീകരവാദത്തെ വളർത്തി ഇവിടെയുള്ള പാവം ചെറുപ്പക്കാരെ വഴിതെറ്റിച്ച് ഇവിടെയുള്ള ചെറുപ്പക്കാരെ മുഴുവൻ വിദ്യാഭ്യാസത്തിൽ നിന്ന് അകറ്റി തീവ്രവാദ നഴ്സറികളിലേക്ക് തിരിച്ചുവിട്ട് രാജ്യത്ത് അക്രമം അഴിച്ചുവിട്ട് രാജ്യത്തെ സേനയോടും രാജ്യത്തെ പട്ടാളത്തെയും കല്ലെറിയാനും ബോംബെറിയാനും പഠിപ്പിച്ചപ്പോൾ അവരുടെ മക്കൾ എവിടെയായിരുന്നു എന്നൊരു ചോദ്യം പ്രൊഫസർ സെയ്ദ് ചോദിച്ചിരുന്നു. അവരുടെ മക്കളൊക്കെ ഇംഗ്ലണ്ടിലും ഓസ്ട്രേലിയയിലും യൂറോപ്പിലും US-ലുമുള്ള വിവിധ യൂണിവേഴ്സിറ്റികളിൽ താമസിക്കുന്നു. ഇവർക്കൊക്കെ, ഈ ഭീകര നേതാക്കൾക്കൊക്കെ ഇവിടങ്ങളിൽ സ്വന്തം വസതികളും വസ്തുവകകളും, ഇവർ സുഭിക്ഷമായി വല്ലപ്പോഴും ഭാരതത്തിൽ വന്ന് ഇവിടെ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ട് മടങ്ങിപ്പോകുന്നു. ഇവരുടെ മക്കളെ, ഇവരുടെ പിൻതലമുറയെ ഇവർ കൃത്യമായി സംരക്ഷിച്ചു. വിദേശ പാശ്ചാത്യ വിദ്യാഭ്യാസം ഉറപ്പാക്കി. ഒരു നാടിനെയും അവർ ആർക്ക് വേണ്ടി വാദിക്കുന്നു എന്ന് പറയുന്നു, ആ നാട്ടുകാരെയും വഞ്ചിച്ചതിൻ്റെ ചരിത്രമാണ് ഭാരതത്തിൽ ഇന്ന് തകർത്തെറിയപ്പെട്ടത്. പ്രത്യേകിച്ച് ആർട്ടിക്കിൾ 370 എന്നുള്ള ആ സംഗതി എടുത്തു കളഞ്ഞതോടുകൂടി തിരിച്ചറിവുണ്ടാകുന്നു. അതിനുശേഷം ഞാൻ നേരിട്ട് കണ്ടതാണ് കശ്മീരിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ ഒഴുക്ക്. കൃത്യം പറഞ്ഞുകൾ 2 വർഷം മുമ്പ് അവിടെ എത്തുമ്പോഴേക്ക് നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ചയെന്ന് പറയുന്നത്, ആ സീസണിന് തൊട്ട് മുമ്പാണ് ഞാൻ ചെല്ലുന്നത്. മാർച്ച് അവസാനമാണ് ഞാൻ അവിടെ എത്തുന്നത്. അന്ന് അവിടുത്തെ ഹൗസ് ബോട്ട് ഓണേഴ്സ് അസോസിയേഷൻ്റെ വക്താവ് നമ്മളോട് പറയുകയുണ്ടായി, ഫുള്ളി ബുക്ക്ഡ് ആണെന്ന്. അവിടെയുള്ള ശ്രീനഗർ പരിസരത്ത് വെച്ചാണ് ഞങ്ങൾ കാണുന്നത്. ശ്രീനഗറിലും പരിസരത്തും അവിടെയുള്ള എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലുമുള്ള എല്ലാ ഹോട്ടലുകളും, എല്ലാ ഹോം സ്റ്റേകളും, എല്ലാ ഹൗസ് ബോട്ടുകളും 100% ബുക്ക്ഡ് ആണെന്നാണ്. ഇനി ജിഷ്ണു നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന വാർത്തയിലേക്ക് പോകാൻ ഞാൻ അതുകൊണ്ടാണ് അത് പറഞ്ഞത്. വിദേശത്തുള്ള ഭീകരരെ, വിദേശം സ്പോൺസർ ചെയ്യുന്ന ഭീകരരെ, അവരെ സഹായിക്കുന്ന നാട്ടുകാരുണ്ടെങ്കിൽ അവരാണ് ഏറ്റവും വലിയ ഒറ്റുകാർ, അവരാണ് ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ ശത്രുക്കൾ. ജിഷ്ണു, അത്തരം പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കാനുള്ള വിപുലമായിട്ടുള്ള നടപടികൾ, ജമ്മു കാശ്മീർ ആർട്ടിക്കിൾ 370 റദ്ദാക്കിക്കൊണ്ട് സൈനിക നടപടികളുണ്ടായി. വടക്കുകിഴക്കൻ മേഖലയിൽ വിഘടനവാദികൾ, അവിടെയുള്ള ജനങ്ങൾ ഡൽഹിയിലേക്കോ ഭാരതത്തിൻ്റെ മറ്റേതെങ്കിലും പ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ ഇന്ത്യയിലേക്ക് പോകുന്നു, അതായത് ഞങ്ങൾ ഇന്ത്യയുടെ ഭാഗമല്ല എന്ന ധാരണയായിരുന്നു വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ ജനങ്ങളുടെ മനസ്സിൽ പോലും ഉണ്ടായിരുന്നത്. കൂടാതെ തെലങ്കാനയിലും ഒപ്പം ഛത്തീസ്ഗഡ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ, മഹാരാഷ്ട്രയുടെ ഒരു ഭാഗം ഉൾപ്പെടെയുള്ള മേഖലകളിലെ കൊടികുത്തി വാണിരുന്ന മാവോയിസ്റ്റ് ഭീകരവാദം, അത്തരത്തിൽ രാജ്യത്തെ വിഘടിപ്പിക്കാനുള്ള വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഇടപെടലുകളും ഭീകരവാദ ഫണ്ടിങ്ങും അതിന് വിദേശ സഹായവും ലഭിച്ചിരുന്നു. അതിന് കേരളത്തിലും അത്തരത്തിൽ ഭീകരവാദ പരിശീലന ക്യാമ്പുകൾ നടന്നു എന്നുള്ളത് വളരെ കൃത്യമായി അന്വേഷണ ഏജൻസികൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. 2 വർഷം മാറി വന്ന ഇടത് വലത് സർക്കാരുകൾ, LDF UDF സർക്കാരുകൾ ഇതുപറ്റിയുള്ള അന്വേഷണങ്ങളിൽ നിന്ന് ഒളിച്ചോടി, നിഷേധിച്ചു. ഒരു മുൻ DGP TP സെൻകുമാർ വിളിച്ചു പറഞ്ഞു, ഇവിടെ എന്തൊക്കെ നടക്കുന്നു, തീവ്രവാദത്തെ എങ്ങനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നു, ഇവിടെ നടക്കുന്ന ക്യാമ്പുകളെ അദ്ദേഹം പറഞ്ഞു 3-4 നടക്കും. ഒടുവിൽ വർഷങ്ങൾക്ക് ശേഷം തെളിവുകളെല്ലാം നശിപ്പിക്കപ്പെട്ട ശേഷം പിന്നെ NIA വേണ്ടി വന്നു ഈ അന്വേഷണം നടത്തി ഇവിടെ ക്യാമ്പ് നടന്നിരുന്നു എന്ന് സ്ഥാപിക്കാൻ. ജിഷ്ണു, നിലവിലെ പശ്ചാത്തലത്തിൽ പുതിയ IB റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലും ഭീകരവാദ ബന്ധങ്ങൾ സംബന്ധിച്ചുള്ള അന്വേഷണം NIA ഉൾപ്പെടെയുള്ള ദേശീയ അന്വേഷണ ഏജൻസികൾ ശക്തമാക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് തഹാവൂർ റാണയുടെ കേരള സന്ദർശനം, കൂടാതെ പെഹൽഗാം ഭീകരാക്രമണത്തിന്റെ ആസൂത്രണൻ കേരളത്തിൽ എത്തിയിരുന്നു, സജാദ് ഗുലാം കേരളത്തിൽ എത്തിയിരുന്നു എന്നതിന്റെ പശ്ചാത്തലത്തിൽ വളരെ കൃത്യമായിട്ടുള്ള അന്വേഷണങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. അതിന്റെ വിവരങ്ങൾ നൽകാൻ സുധീഷ് ഗോപാൽ കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. സുധീഷ് ഗോപാൽ, കേന്ദ്ര ഏജൻസികളുടെ
അന്വേഷണം അത് എങ്ങനെയാണ് കേരളത്തിൽ പുരോഗമിക്കുന്നത്? അന്വേഷണ ഏജൻസികളുടെ നിഗമനം, പ്രാഥമിക റിപ്പോർട്ടുകൾ, അതിലെ വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ടോ സുധീഷ് ഗോപാൽ? ഇതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ഈ പ്രധാനപ്പെട്ട രണ്ട് ഭീകരാക്രമണങ്ങൾ, ഈ രണ്ട് ഭീകരാക്രമണത്തിലെ ആസൂത്രകർ അവർ കേരളത്തിലെത്തി, കേരളത്തിൽ തമ്പടിച്ചിരുന്നു. ഇവിടെയുള്ള പല ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുമായി ആശയവിനിമയം നടത്തി എന്നതെല്ലാം സംബന്ധിച്ച് കൃത്യമായ വിവരമാണ് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിൽ, NIA അടക്കമുള്ളവരുടെ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുള്ളത്. അതിൽ തഹാവൂർ റാണ 2008 ഇവിടെ എത്തുന്നത്. എത്തി ആ ഒരു സാഹചര്യത്തിൽ 2 ദിവസം ഭാര്യയുമൊത്ത് കേരളത്തിൽ തങ്ങുകയും ഇവിടെ വെച്ച് 13 മലയാളികളുമായി ഫോണിൽ ബന്ധപ്പെടുകയും ചെയ്തു എന്നതാണ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുള്ളത്. അത്തരത്തിൽ ലഷ്കർ-ഇ തൊയ്ബയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക, അതിന് കൂടുതൽ മലയാളികളെ കേരളത്തിൽ നിന്നുള്ളവരെ അതിലേക്ക് അഹിഷ്ടരാക്കുക, അതോടൊപ്പം തന്നെ ഈ ഭീകരാക്രമണത്തിൻ്റെ പദ്ധതികൾ തയ്യാറാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് കേരളത്തിൽ എത്തിയതെന്നാണ് അന്വേഷണത്തിലൂടെ വ്യക്തമായി വരുന്നത്. അതിന് ആരൊക്കെയാണ് ഒത്താശ ചെയ്തതെന്ന് സംബന്ധിച്ചും വ്യക്തമായ ഒരു അന്വേഷണത്തിലൂടെ കണ്ടെത്താനുള്ള ശ്രമമാണ് നടക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി ലഭിച്ചിരിക്കുന്നത് 13 പേരുമായി ഫോണിൽ ബന്ധപ്പെട്ടു എന്നുള്ള വിവരമാണ്. അത്തരത്തിലെ ആൾക്കാരുമായി അവരെ ചോദ്യം ചെയ്ത് അവരിൽ നിന്ന് പരമാവധി വിവരങ്ങൾ ശേഖരിക്കാനുള്ള ശ്രമവും തുടർന്നു വരികയാണ്. അത് ഏറെ നിർണായകമാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം കേരളത്തിൽ നിന്നും ഇത്തരം ഭീകരവാദികൾക്ക് കൃത്യമായ സഹായവും ഒപ്പം ഇവരുടെ പ്രവർത്തനങ്ങൾക്ക് ഏകോപിപ്പിക്കുന്നതിന് വേണ്ട സന്നാഹങ്ങളും ഒരുമിപ്പിച്ച് കൊടുക്കുന്നു എന്നത് അതിനെ നിസ്സാരവൽക്കരിക്കാൻ കഴിയുന്നതല്ല. അതിനെ അത്ര കണ്ട് പ്രാധാന്യത്തോടെ തന്നെയാണ് വിലയിരുത്തപ്പെടുന്നതും. അതോടൊപ്പം തന്നെയാണ് സജാദ് ഈ കേരളത്തിലെ സന്ദർശനം. അത് 2001 കാലഘട്ടത്തിൽ ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിക്കാനെന്ന പേരിലാണ് കേരളത്തിലെത്തിയതെന്നാണ് വ്യക്തമാകുന്നത്. അത്തരത്തിൽ കേരളത്തിൽ ഉടനീളം തന്നെ തിരുവനന്തപുരത്തും എറണാകുളത്തും അതിനോടൊപ്പം തന്നെ മറ്റു പലയിടങ്ങളിലും സഞ്ചരിച്ചുകൊണ്ട് ഇയാൾ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു എന്നതാണ് വ്യക്തമാകുന്നത്. ഇതിനെയെല്ലാം തന്നെ സഹായിക്കാൻ വേണ്ടി കേരളത്തിലും പല വ്യക്തികളും ഇല്ലെങ്കിൽ പല സംഘടനകളും ഇതിനു വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുത്തു എന്നതിലേക്ക് അന്വേഷണം എത്തുമ്പോൾ കേരളം ഇത്തരം ഭീകരവാദികൾക്ക് വളരെ സുരക്ഷിതമായി താവളം ഒരുങ്ങുന്നു, കേരളം അതിന് പറ്റിയ ഒരു ഇടമായി കാണുന്നു എന്നത് തന്നെയാണ്. ഇതിനെ തീർത്തും നിസ്സാരവൽക്കരിച്ചുകൊണ്ട് സംസ്ഥാനം ഭരിച്ചിരുന്ന ഇടതു വലതു മുന്നണി LDF ആയാലും UDF ആയാലും ഇതിന് എല്ലാവിധ ഒത്താശകളും ഇല്ലെങ്കിൽ അതിനെതിരെ മൗനം പാലിക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചു പോരുന്നത്. ഇത്തരം കാര്യങ്ങൾ സംബന്ധിച്ച് ഇന്റലിജൻസ് ബ്യൂറോയുടെ അടക്കമുള്ള വിവരങ്ങൾ, അവർ നൽകുന്ന വിവരങ്ങളെ പോലും ഗൗരവമായി എടുക്കാൻ കേരള സർക്കാരുകൾ ഒരു കാലത്തും ശ്രമിച്ചിട്ടില്ല എന്നതും എടുത്തു പറയേണ്ടതാണ്. ഞാൻ തന്നെ മുമ്പ് കൊടുത്ത ഒരു വാർത്തയുണ്ട്. ആസാദ് കാശ്മീർ എന്ന പേരിൽ ആലപ്പുഴ ജില്ലയിലെ ആറാട്ടുപുഴ തീരദേശ മേഖലയിൽ ഒരു പ്രകടനം നടത്തുമ്പോൾ അത് ഇതര സംസ്ഥാന തൊഴിലാളികൾ അടക്കം അണിനിരന്നുകൊണ്ടുള്ള പ്രകടനമായിരുന്നു. എന്നാൽ അത്തരത്തിലൊരു പ്രകടനം നടന്നില്ല എന്നും ഇത്തരത്തിൽ ആരോപണം ഉണ്ടായ മേഖലയിലെ മുസ്ലിം മതവർഗീയ പ്രവർത്തകരുടെ അവരെ ഒരു വെള്ള പേപ്പറിൽ എഴുതി മേടിച്ചുകൊണ്ട് ഇത്തരത്തിൽ പ്രവർത്തനം നടന്നില്ല എന്ന് പറഞ്ഞതിനെ നിസ്സാരവൽക്കരിക്കുന്ന ഒരു സമീപനമാണ് ഉണ്ടായത്. എന്നാൽ അതിനുശേഷം കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ റോയ് അടക്കമുള്ളവർ ഇത് സംബന്ധിച്ച് വിശദമായി റിപ്പോർട്ട് ശേഖരിക്കുമ്പോൾ അത്തരത്തിൽ പ്രകടനം നടന്നുവെന്നും ഇത്തരത്തിലുള്ള പ്രവർത്തകരെ സംഘടിപ്പിക്കുന്ന ക്യാമ്പുകൾ അവിടെ നടന്നിരുന്നു എന്നും വ്യക്തമാകുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ രീതിയിൽ അതിനെയെല്ലാം നിസ്സാരവൽക്കരിക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ സമീപനങ്ങൾ അത് ഇത്തരം ഭീകരവാദികൾക്ക് കേരളം സുരക്ഷിത താവളമാക്കാൻ ഏറ്റവും വലിയ സഹായം ചെയ്തു കൊടുക്കുന്നു എന്ന് തന്നെയാണ് വേണം നമുക്ക് വിലയിരുത്താനും ജിഷ്ണു.